കേരള സ്റ്റോറി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 മെയ് 5-നാണ് സിനിമ റിലീസായത്. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ ഒരു പ്രസക്തിയില്ല. കാരണം അന്ന് തെരഞ്ഞെടുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സിനിമ ദൂരദർശൻ മാത്രം സിനിമ കാണാനായി ഉപയോഗിക്കുന്ന എത്ര പേർ കേരളത്തിലുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഈ ദൂരദർശനിലൂടെ സിനിമ കണ്ട് ആ തെരഞ്ഞെടുപ്പിൽ പോയി വോട്ട് ചെയ്യാനുള്ള ആളുകളൊക്കെ പോകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇന്ത്യൻ ഹിന്ദി ലാംഗ്വേജ് ഡ്രാമ കേരളത്തെ ബേസ് ചെയ്തിട്ടുള്ളതല്ല കേട്ടോ. കേരള സ്റ്റോറി കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ പ്രതിഷേധം. വേറെ സംസ്ഥാനങ്ങളിലൊന്നും പ്രതിഷേധമില്ല. നെഗറ്റീവ് ആവുള്ളൂ. മാഡം, എനിക്ക് പൂർത്തിയാക്കാനുള്ള ചർച്ചയിലേക്കാണ്. ശരി, പറഞ്ഞോളൂ. ശരി, അപ്പോൾ കേരള സ്റ്റോറി ലക്ഷ്യമിട്ടതല്ല എന്നുള്ള ഞാൻ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് പറയാണ്. അതായത് അല്ല, നമ്മൾ വെറുതെ ചർച്ച ചെയ്തിട്ട് അങ്ങനെയല്ല. ഞാൻ സുജിയോട് ഒന്ന് അതിന്റെ ഒരു പൊളിറ്റിക്സ് പറയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല, കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഒരു രാഷ്ട്രീയം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കേരള വിരുദ്ധത സൃഷ്ടിച്ചൊരു ഉത്തരേന്ത്യയിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലത് ആളുകൾ കണ്ടു, ദൂരദർശനിൽ എത്ര പേര് കാണും, അതിനകത്ത് സ്പ്ലിറ്റ് ചെയ്യും, അതല്ല ഉദ്ദേശം. പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വേണം എൻ്റെ കാര്യത്തിൽ ഇടപെട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആരും ഇടപെടുന്നില്ല. എല്ലാവരും അവനവൻ്റെ പോയിന്റ് പറഞ്ഞ ശേഷം പിന്നെ ഇടപെടാൻ. ശരി, ഓക്കെ. അപ്പോൾ കേരള സ്റ്റോറി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ കേരള ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ പോയതും. കേരള ഹൈക്കോടതിയിൽ നിന്നാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കേരള സ്പെസിഫിക്കായി തന്നെയാണ് CPIM-ഉം കോൺഗ്രസും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ദൂരദർശനിലൂടെ ഈ സിനിമ ഇപ്പോൾ 8 മണിക്കാണ് ടെലികാസ്റ്റ് തുടങ്ങിയത്. 8 മണിക്കൊക്കെ സീരിയൽ കാണുന്ന പ്രേക്ഷകരൊക്കെ അത് വിട്ടിട്ടതാ നമുക്ക് കേരള സ്റ്റോറി വെക്കാം എന്ന് പറഞ്ഞ് കേരള സ്റ്റോറി കാണുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ന് സീരിയലുള്ള ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആ സീരിയൽ മാറ്റി ദൂരദർശനിലേക്ക് പോകുന്നു. ദൂരദർശൻ സ്ഥിരമായി കാണുന്ന ആളുകൾ അല്ലെങ്കിൽ കേരള സ്റ്റോറി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളായിരിക്കും പോവുക. പക്ഷേ കേരളത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2023 മെയ് 5-ന് റിലീസായ കേരള സ്റ്റോറി വേൾഡ് വൈഡ് ഗ്രോസായി 303.97 കോടി രൂപ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. OTT-യിലും ഈ സിനിമ റിലീസായിട്ട് കുറേ കാലമായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്നല്ല, ആളുകളിലേക്ക് അത് പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ കേരള സ്റ്റോറിയുടെ ആശയവും ആവിഷ്കാരവും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് എൻ്റെ പോയിന്റ് നമ്പർ 1. ഈ ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം, നിങ്ങൾ എത്ര പേർ സിനിമ കണ്ടതാണെന്ന് എനിക്കറിയില്ല, ഞാൻ സിനിമ കണ്ടതാണ്. ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അതിലെ കേന്ദ്ര കഥാപാത്രം നഴ്സാകാനെത്തി, ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തി അഫ്ഗാനിസ്ഥാനിൽ തടവിലാകുന്നതും അവർ നേരിടുന്ന ക്രൂരതയും അതിനുശേഷം അവർ തടങ്കലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും അതിനുശേഷം അവരെ പിടികൂടിയതിനു ശേഷം അവർ നടത്തുന്ന വെളിപ്പെടുത്തലുകളിലൂടെയാണ് ആ സിനിമ പ്രോഗ്രസ് ചെയ്യുന്നത്. അത് ആ സിനിമയെക്കുറിച്ച് തന്നെ, ആ സിനിമയുടെ ആശയം വ്യക്തമാക്കുന്ന അതേക്കുറിച്ചുള്ള എല്ലാ നോട്ട്സിലും പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ഹിന്ദി ലാംഗ്വേജ് ഡ്രാമ ഫിലിം. ലാംഗ്വേജ് ഡ്രാമയാണ്, അല്ലാതെ ഒരു ആശയത്തിൻ്റെ ആവിഷ്കാരമല്ലാതെ അതിനപ്പുറത്തേക്ക് യഥാർത്ഥമായ സംഭവങ്ങളാണ് അതിൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയും അങ്ങനെയാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആടുജീവിതം എന്ന് പറയുന്ന ബെന്യാമിൻ്റെ നോവലിലെ ചില കാര്യങ്ങളൊന്നും സിനിമയായപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ, ഇതിവൃത്തങ്ങൾ അതൊക്കെ പ്രമേയമാകുന്നതാണ് സിനിമ. അങ്ങനെയുള്ള സിനിമകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിനിമ മാത്രമാണ് കേരള സ്റ്റോറി. പിന്നെ ആ സിനിമയുടെ ഉള്ളടക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിമിഷ എന്ന ഫാത്തിമ ഈസ, സോണിയ സെബാസ്റ്റ്യൻ എന്ന ആയിഷ, റഫീല, മറിയം എന്ന മെറിൻ ജേക്കബ്, ഇവരൊക്കെ മലയാളികളാണെന്നും ഇവരൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമാകാൻ പോയവരാണെന്നും ഒക്കെയുള്ളത് അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തിയതാണ്. ഖൊറാസൻ പ്രവിശ്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പോയി അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിഞ്ഞ 4 സ്ത്രീകളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു റഫറൽ പോയിന്റ് മാത്രമാണ്. പിന്നെ ഈ ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സാങ്കല്പികമായി സൃഷ്ടിച്ചു എന്ന് പറയാൻ കഴിയാത്തത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഈ സിനിമ 2023-ലാണ് റിലീസാകുന്നത്. അതിനു മുൻപ് കേരളത്തിൽ നിന്ന് പോയ സ്ത്രീകൾ ഉണ്ട്. 1, 2, 10 എന്നുള്ളതല്ല, ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഈ സിനിമയിൽ വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്. ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം പുരോഗമിക്കുന്നതും അങ്ങനെയാണ്. പിന്നെ ആടുജീവിതം എന്ന നോവലിലുള്ള ചില രംഗങ്ങളൊക്കെ സിനിമയായപ്പോൾ ഒഴിവാക്കപ്പെട്ടതുപോലെ യഥാർത്ഥ ജീവിതത്തിൽ ഇവർ നേരിട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സിനിമയിൽ ഒരു പക്ഷേ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാകാം. മറ്റു ചില കാര്യങ്ങൾ ഭാവനയിലൂടെ കൂട്ടിച്ചേർത്തിട്ടുമുണ്ടാകാം. അത് സിനിമയിലെല്ലാം സംഭവിക്കുന്നതാണ്. മറ്റ് സിനിമകളിലും അത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. NIA 2017 ഡിസംബറിൽ പുറത്തുവിട്ട IS-ലേക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചിത്രമടങ്ങിയിട്ടുള്ള ഒരു പട്ടികയുണ്ട്. ആ പട്ടികയും ഞാൻ പരിശോധിച്ചിരുന്നു. അപ്പോൾ ആ പട്ടികയിലും ഈ പറയുന്ന പേരുകാരുണ്ട്. ഈ 2017 പുറത്തുവിട്ട പട്ടികയിലും ഞാൻ മുമ്പേ പറഞ്ഞ 4 പേരുടെയും പേരുകളുണ്ട്. കേരളത്തിൽ നിന്ന് 120 പേരാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുകയോ ചേരാൻ ശ്രമിക്കുകയോ ചെയ്തതായി സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 600 തീവ്രവാദികളാണ് നങ്കർഹറിൽ വെച്ച് കീഴടങ്ങുന്നത്. ആ കീഴടങ്ങിയവരിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളുമുണ്ട് എന്നുള്ളത് അന്ന് തന്നെ വാർത്തകളായതാണ്. നിങ്ങൾക്ക്
എല്ലാവർക്കും ഓർമ്മയുള്ളത് കൊണ്ട് ഞാനത് വിശദമായി പറയണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ പറയാം. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഘടകങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. സുജയ പാർവതിയുടെ കണ്ടെത്തലല്ല, അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്ന കേസിൽ 6 പ്രതികൾക്കാണ് 2019 ഡിസംബറിൽ കൊച്ചിയിലെ NIA കോടതി 14 വർഷത്തെ കഠിന തടവ് വിധിച്ചത്. അഫ്ഗാൻ സേനയ്ക്ക് മുന്നിൽ നങ്കർഹറിൽ വെച്ച് കീഴടങ്ങിയ 600 തീവ്രവാദികളിൽ കേരളത്തിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനായി പോയ ആളുകളുമുണ്ട് എന്നുള്ളത് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അത് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുകയും വിവിധ മാധ്യമങ്ങളിലൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തു വരികയും ചെയ്തതാണ്. പിന്നെ കേരളത്തിൽ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 2019 വരെയുള്ള കേസുകളുടെ പട്ടിക എടുത്ത് നോക്കിയാൽ 30 കേസുകളാണ് NIA 2019 ഡിസംബർ വരെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതിൽ 10 എണ്ണം ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ കുറ്റപത്രങ്ങൾ തയ്യാറാക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുവരെയുള്ള ഡാറ്റ. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്ന ആളുകളും ഈ അറസ്റ്റിലായവരിൽ പെടുന്നുണ്ട്. പിന്നെ ചിലരെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലരെ പിടികൂടിയത്. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുന്നത്, കേരളത്തിൽ എത്ര ഘടകങ്ങൾ പ്രവർത്തിച്ചു, എത്ര വേരുകൾ ഉണ്ടായിരുന്നു, അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേക ഗ്രാമീണ മേഖലകളിൽ നിന്ന് ആളുകളെ തെരഞ്ഞുപിടിച്ചതിലേക്ക് കൊണ്ടുവരുന്ന ഒരു നെറ്റ്വർക്ക് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് കാസർഗോട്ട് നിന്ന് പോയ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയ ആളുകളുടെ കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിന് പോകുന്നുവെന്ന് പറഞ്ഞ പോയ ആളുകളുടെ ഒക്കെ വിവരങ്ങൾ എന്ന് പറയുന്നത് കഥയല്ല, സാങ്കല്പികമല്ല, അത് നടന്നതാണ്. IS ചേരുകയോ ചേരാൻ ശ്രമിക്കുകയോ ചെയ്ത 120 പേർ വരെ ഉണ്ടെന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ചിലർ പശ്ചിമേഷ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയവരും ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്ന് നേരിട്ട് പോയവരുമാണ്. 2018 നമുക്കറിയാം സിറിയയിലും ഇറാഖിലുമൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടത്. ആ തിരിച്ചടി നേരിട്ടപ്പോൾ പോലും കേരളത്തിൽ നിന്ന് 10 പേർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിനായി ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്നുള്ളതാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത്. അവരുടെ റിപ്പോർട്ടാണ് ഞാൻ കോട്ട് ചെയ്തത്. പിന്നെ മുഹമ്മദ് മൊഹ്സിൻ എന്ന് പറയുന്ന മലപ്പുറത്തു നിന്നുള്ളൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ഒരു മരണ വാർത്ത, ആ വാർത്ത നമ്മൾ മാധ്യമങ്ങളിൽ കൊടുത്തതാണ്. വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയി എന്നൊക്കെയുള്ളൊരു നറേറ്റീവ് ആ സമയത്താണ് വരുന്നത്. ഞാൻ ആ നറേറ്റീവ് ആവർത്തിക്കാനല്ല ശ്രമിക്കുന്നത്. മലപ്പുറത്തു നിന്നുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുഹമ്മദ് മൊഹ്സിൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അത് 2019 ഓഗസ്റ്റിലാണ് കുടുംബത്തിന് വിവരം കിട്ടുന്നത്. കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്ന ഏക ആൺതരി മുഹമ്മദ് മൊഹ്സിൻ. അപ്പോൾ ഈ മുഹമ്മദ് മൊഹ്സിന്റെ മരണം, മുഹമ്മദ് മൊഹ്സിൻ എങ്ങനെയാണ് അവിടെ എത്തിയത്, അതേക്കുറിച്ചൊക്കെയുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയിലാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൽ പോയ 17 ഇന്ത്യക്കാരെ ആ കാലഘട്ടത്തിൽ സുരക്ഷാ ഏജൻസികൾ അവിടെ വെച്ച് തിരിച്ചറിയുന്നത്. അതിൽ 3 പേർ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. അവർ പശ്ചിമേഷ്യയിൽ നിന്ന് ജോലി ചെയ്ത് അവിടെ നിന്ന് 2013-14 കാലഘട്ടത്തിൽ സിറിയയിലേക്ക് പോയി. അതിനുശേഷമാണ് സ്ത്രീകളും കുട്ടികളും അടക്കം കേരളത്തിൽ നിന്നുള്ള 2 ഡസനോളം ആളുകൾ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിനായി പോയത്. ഇവർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തേത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ഘടകത്തിലെ അംഗങ്ങൾ സിറിയയിലേക്ക് പോകാനാണ് ശ്രമിച്ചത്. മൂന്നാമത്തെ ശാഖ എന്ന് പറയുന്നത് ഒമർ അൽ ഹിന്ദി, കണ്ണൂരിലെ ചൊക്ലിയിലാണ് ഒമർ അൽ ഹിന്ദിയുടെ ആസ്ഥാനം. അങ്ങനെ 3 ഘടകങ്ങളാണ് കേരളത്തിലുള്ളത്. അത് ഈ 3 ഭാഗങ്ങളിലായി ഉണ്ട് എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണ്. പിന്നെ ഈ ഒമർ അൽ ഹിന്ദിയെ കുറിച്ച് പറയാം, മൻസീദ് മുഹമ്മദ് എന്നയാളാണ് ഇതിന്റെ ലൂപ്പ്. അയാളെക്കുറിച്ചുള്ള അയാളുടെ ശബ്ദ സംഭാഷണങ്ങൾ അടക്കം മാധ്യമങ്ങളിലൂടെ ടെലിഗ്രാമിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻസ് അതെല്ലാം വാർത്തയായതാണ്. അപ്പോൾ ടു സമ്മറൈസ്, ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത് തികച്ചും സാങ്കല്പികമാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമേ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അതിലെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഭാവനയായിരിക്കാം, സാങ്കല്പികമായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു കഥയാണ്. അത് കേരളത്തെ ഇകഴ്ത്താനാണെന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ദൂരദർശനിൽ സിനിമ കൊടുക്കുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നുമില്ല. ബാക്കിയുള്ള ആർഗ്യുമെന്റ്സ് വന്നു കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലും പോയിന്റുകൾ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം. പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്, ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടൊന്നുമല്ല. 2023 മെയ് മാസം റിലീസ് ചെയ്ത ഒരു സിനിമ, അത് ദൂരദർശനിൽ സ്വാഭാവികമായും തൊട്ടടുത്ത വർഷമൊക്കെ ആകുമ്പോഴാണ് വരാറുള്ളത്. സാധാരണ 2 വർഷം കഴിഞ്ഞ് വരാറുണ്ട്. അപ്പോൾ എന്തായാലും ദൂരദർശനിൽ ഒരു സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായി തന്നെയാണ് ആ സിനിമ വന്നിരിക്കുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ദൂരദർശനിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ, അതോ സ്പെഷ്യൽ സ്ക്രീനിംഗ് ആണോ വേണ്ടതെന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്പെഷ്യൽ സ്ക്രീനിംഗ് ഒക്കെ സാധ്യമായ ഒരിടത്ത് ദൂരദർശൻ വഴി സംപ്രേഷണം ചെയ്തു, ദൂരദർശനെ സംഘദർശനാക്കി എന്നൊക്കെ പറയുന്ന മുഹമ്മദ് റിയാസിന്റെ വാചകങ്ങൾ ഏറ്റുപിടിക്കാൻ എനിക്ക് എന്തായാലും ഉദ്ദേശമില്ല. CPIM-ഉം കോൺഗ്രസും പറയുന്നത് ഏറ്റുപറയാനും തൽക്കാലം ഉദ്ദേശമില്ല. ശരി. Meet the editors.